വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഞാൻ ഉഷാ വിജയരാഘവൻ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ മധുരവാണികൾ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃതികൾക്കും എൻ്റെ വിനീത പ്രണാമം. ഗുരുദർശനത്തിന്റെ വെളിച്ചത്തിലൂടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സമ്പന്നമാക്കാൻ ഒരു ഉത്തമ വഴികാട്ടി. ശരിയായ അറിവും ഗുരുഭക്തിയും എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ദൗത്യവുമായി മുന്നേറുന്ന ഗുരുസാഗരം മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുകയാണ് വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനൽ. എല്ലാ ബുധനാഴ്ചയും മാസികയിലെ ഏതെങ്കിലും 2 വിഭവങ്ങളുമായി വോയിസ് ഓഫ് ഗുരു നിങ്ങൾക്ക് മുന്നിലെത്തുന്നു. വീഡിയോ മുഴുവനായി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ ഭഗവാനെ ശ്രവിക്കുന്നതിലൂടെ, ആചരിക്കുന്നതിലൂടെ, പ്രചരിപ്പിക്കുന്നതിലൂടെ ഈ വിശുദ്ധ ദൗത്യത്തിൽ പങ്കാളികളായി മാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വായിക്കാൻ സമയമില്ല എന്ന് പറയുന്നവർക്ക് സഹായകമാണ് വോയിസ് ഓഫ് ഗുരു. ജോലികൾക്കിടയിലും വിശ്രമവേളകളിലും മാസിക വായിച്ചു കേൾക്കാൻ അവസരമൊരുക്കുകയാണ് ഇവിടെ ഞങ്ങൾ. ഇനി ഇന്നത്തെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീനാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ സാർ എഴുതിയ 2025 ഒക്ടോബർ ലക്കം എഡിറ്റോറിയലും നല്ല കുടുംബം എന്ന പങ്ക്തിയുമാണ് ഇവിടെ വായിക്കുന്നത്. ആദ്യം എഡിറ്റോറിയൽ വായിക്കാം. ചൊല്ലേറും വ്യക്തിഭാഗത്തിലല്ലേ ഭേദമിരുന്നിടൂ. ജാതി ഭേദമായാലും മതദ്വേഷമായാലും ദേശ ഭാഷ ലിംഗഭേദമായാലും അതെല്ലാം അനുഭവപ്പെടുന്നത് വ്യക്തിഭാഗത്തിലായിരിക്കും എന്ന ഗുരുവിന്റെ വീക്ഷണത്തോളം പ്രായോഗികമായ മറ്റൊരു ലോകവീക്ഷണം ഇല്ലെന്ന് തന്നെ പറയണം. പക്ഷേ സമൂഹം ഈ ഭേദങ്ങളെ ഒരിക്കലും വ്യക്തിഭാഗത്തിൻ്റെതായി കാണില്ല. ജാതിഭേദം മുഴുവൻ ഒരു ജാതി സമൂഹത്തിൽ ഉൾപ്പെടുന്നു എന്ന് സ്വയം കരുതുന്നവരുടെ തലയിലും മതദ്വേഷം മുഴുവൻ മതസമൂഹത്തിന്റെ തലയിലും ആരോപിച്ച് ഇവയുടെ പേരിലുള്ള കലഹങ്ങളുടെ ആഘാതം വർദ്ധിപ്പിക്കുന്ന ദുഷിച്ച സ്വഭാവമാണ് സമൂഹം എക്കാലത്തും പുലർത്തുന്നത്. ഗുരുവിന്റെ ഈ വാക്കുകളിൽ കിടക്കുന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ ആർക്കും സാധിക്കുന്നില്ല. അതാണ് സമൂഹത്തിൽ സ്പർദ്ധ വർദ്ധിക്കാൻ ഇടയാക്കുന്നത്. ശത്രു രാജ്യങ്ങളിൽ വസിക്കുന്ന എല്ലാവർക്കും മറ്റേ രാജ്യക്കാരനോട് ശത്രുതയുണ്ടാവില്ല. ചിലപ്പോൾ അവിടങ്ങളിലെ ഭരണാധികാരികൾ തമ്മിലോ മതമേലാളന്മാർ തമ്മിലോ മാത്രമായിരിക്കും ശത്രുത നിലകൊള്ളുന്നത്. എന്നാൽ അതാരും പറയില്ല. ആ രാജ്യക്കാരും ഈ രാജ്യക്കാരും തമ്മിൽ ശത്രുക്കളാണെന്നാവും സംസാരം മുഴുവൻ. ഇത് തന്നെയാണ് മതപ്പോരിന്റെ കാര്യത്തിലും ജാതി കലഹത്തിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. ക്യാച്ച് ദ റിയൽ കൾപ്രിറ്റ് ആൻഡ് സേവ് ദ റിയൽ വിക്ടിം. യഥാർത്ഥ കുറ്റവാളിയെ പിടിച്ച് ശിക്ഷിക്കുക, യഥാർത്ഥ ഇരയെ രക്ഷിക്കുക എന്നതിൽ അധിഷ്ഠിതമാകണം ലോകനീതി. ഇത്തരം ലോകനീതിക്ക് വിവേകം എന്ന ഗുണം ആവശ്യമാണ്. ഭേദചിന്ത അറിവില്ലായ്മയിൽ നിന്നും വിവേകം അറിവിൽ നിന്നും ഉണ്ടാകുന്നതാണ്. സ്വഗതഭേദം, സജാതീയ ഭേദം, വിജാതീയ ഭേദം എന്നിങ്ങനെ ഭേദകൽപ്പനകളെ വേദാന്തം വേർതിരിച്ചിട്ടുണ്ട്. സഗതഭേദം ഒരു വസ്തുവിൽ തന്നെ ഭേദം കാണലാണ്. ഒരാളുടെ കണ്ണുപോലെയല്ല മൂക്ക്, ചെവി പോലെയല്ല കാല് എന്നിങ്ങനെയുള്ള ഭേദമാണ് സഗതഭേദം. ഇങ്ങനെ ഒന്നുപോലെ അല്ലാത്ത ഒരുപാട് അവയവങ്ങൾ ചേർന്നിരിക്കുന്ന ഒരു രൂപത്തെ മനുഷ്യൻ എന്നോ ജന്തു എന്നോ പക്ഷി എന്നോ വൃക്ഷമെന്നോ ഒക്കെ നാം വിളിക്കുന്നു. ഈ ഭിന്നതകളെ പരിഗണിച്ചാൽ അങ്ങനെ വിളിക്കാൻ സാധിക്കില്ല. കണ്ണും മൂക്കും ചെവിയും കൈയും കാലുമൊക്കെയുള്ള ഒരു സാധനം എന്നേ മനുഷ്യനെ ഭേദചിന്തയിലൂടെ പറയാൻ സാധിക്കൂ. ഭേദചിന്ത വിട്ടുകൊണ്ടേ ആ അവയവ സമൂഹത്തെ ഒന്നായി പരിഗണിച്ചുകൊണ്ട് മനുഷ്യൻ എന്ന് വിളിക്കാൻ സാധിക്കൂ. ഒരേ ഇനത്തിൽപ്പെട്ട 2 മാവുകൾ ഒരു പറമ്പിൽ നിന്നാൽ അവയെ മാവ് എന്നാണ് നമ്മൾ വിളിക്കുക. എന്നാൽ അവ തമ്മിൽ നോക്കിയാൽ എന്തൊക്കെ ഭേദങ്ങൾ കണ്ടുപിടിക്കാം. അതാണ് സജാതീയ ഭേദം. ഇലയുടെ നീളത്തിൽ,
മാവിന്റെ പൊക്കത്തിൽ, വലിപ്പത്തിൽ, വണ്ണത്തിലൊക്കെ അവ തമ്മിൽ ഭേദമുണ്ടെങ്കിലും നാം അതൊക്കെ മാറ്റിവെച്ചിട്ട് അവയെ മാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ അവിടെ ഭേദചിന്ത ഇല്ലാതായതുകൊണ്ട് മാത്രമാണ്. വിജാതീയ ഭേദം മാത്രമാണ് നാം സാധാരണ ഭേദമായി പരിഗണിക്കുന്നത്. തെങ്ങും കവുങ്ങും തമ്മിലും ആഞ്ഞിലിയും പ്ലാവും തമ്മിലും വിജാതീയ ഭേദമാണ് ഉള്ളത്. എന്നാൽ ഇതിനെയെല്ലാം പൊതുവായി വൃക്ഷങ്ങൾ എന്ന് വിളിക്കുന്നതും ഈ ഭേദം മറന്നുകൊണ്ടാണ്. മനുഷ്യനും പക്ഷികളും മൃഗങ്ങളും പർവ്വതങ്ങളും നദികളുമൊക്കെ വേറെ വേറെയെന്ന് നനയ്ക്കാമെങ്കിലും ഇവയ്ക്കെല്ലാം പൊതുവെ ചരാചരമെന്ന വിളിപ്പേര് നൽകിയവരാണ് ഭാരതീയർ. ഇനി ആകാശഗോളങ്ങൾ സഹിതം പ്രപഞ്ചം എന്ന് പൊതുവായി അറിയപ്പെടുന്നതും നമുക്കിടയിൽ തന്നെയാണ്. അതായത് ഒന്നായി കാണാനും ഭിന്നമായി കാണാനും ഒരേ ബുദ്ധി തന്നെയാണ് മനുഷ്യൻ ഉപയോഗിക്കുന്നത്. ഭിന്നമായി കാണണം എന്ന് തോന്നിയാൽ ഭിന്നമായി കാണും. ഒന്നെന്ന് കണ്ടാൽ പിന്നെ ഭിന്നതയ്ക്ക് അവിടെ പ്രസക്തിയില്ല തന്നെ. ഒന്നെന്ന് കാണുന്നതും ഭിന്നമെന്ന് കാണുന്നതും ഓരോരുത്തരുടെ വീക്ഷണം അനുസരിച്ചാണ്. അതായത് ഭേദങ്ങൾ എല്ലാം വ്യക്തിഗത വീക്ഷണങ്ങളാണ്. കേരളത്തിൽ ജാതിഭേദം നിലനിന്ന കാലത്ത് അതോടൊപ്പം അയിത്തം എന്ന ദുരാചാരവും നിലനിന്നു പോന്നു. അയിത്താചരണത്തിന്റെ തലപ്പത്ത് ബ്രാഹ്മണരും താഴെത്തട്ടിൽ പറയരുമായിരുന്നു. എന്നാൽ ഈ മേൽത്തട്ടിൽ എന്ന് കരുതുന്നവരിൽ എല്ലാവരും അയിത്തം ശരിയാണ് എന്ന് അക്കാലത്ത് പോലും വിശ്വസിച്ചിരുന്നില്ല. അതൊക്കെ മനുഷ്യത്വ രാഹിത്യമാണ് എന്ന് കരുതിയവർ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവരുടെ ഒറ്റപ്പെട്ട എതിർപ്പാണ് പുറത്തു നിന്നുള്ള സമരങ്ങൾ വിജയിപ്പിച്ചതും. അതായത് ജാതിഭേദം വ്യക്തിയധിഷ്ഠിതമാണെന്നും അത് പുലർത്തുന്നവരെ മാത്രം തിരഞ്ഞുപിടിച്ച് ശിക്ഷിക്കുകയോ ബോധവൽക്കരിക്കുകയോ ആണ് ചെയ്യേണ്ടതെന്നുമാണ് ചരിത്രം പോലും നമ്മെ പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു നമ്പൂതിരി അബ്രാഹ്മണൻ പൂജിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അത് നമ്പൂതിരി സമുദായത്തിന്റെ മുഴുവൻ അഭിപ്രായമല്ല. അയാളുടെയോ അയാളെ പോലെ സമാനമായി ചിന്തിക്കുന്ന കുറച്ചു പേരുടെയോ നിലപാടാണ്. അതിനാൽ തിരികെ ജാതി അധിക്ഷേപം നടത്തുകയല്ല വേണ്ടത്. പ്രശ്നം ഉണ്ടാക്കിയ ആളെ കണ്ടെത്തി നിയമം കൊണ്ട് പരിഹരിക്കുകയാണ് വേണ്ടത്. അതേ സമുദായത്തിലെ തന്നെ ഉൽപ്പതിഷ്ണുക്കളെ വിഷയം ധരിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കിയവരെ തിരുത്താനും സാധിക്കും. ഇങ്ങനെ പരിഹരിച്ചാൽ ജാതി സ്പർദ്ധയെന്ന ഭീകരൻ വളരില്ല. ആധുനിക സമൂഹം ഇങ്ങനെയല്ല ഈ വിഷയങ്ങളെ കാണുന്നത്. പണ്ടേക്കാൾ ഭീകരരായി സമുദായങ്ങളെ ഒന്നിച്ച് കുറ്റാരോപിതരാക്കി അവർക്കിടയിൽ ആവശ്യമില്ലാത്ത ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിന് രാഷ്ട്രീയക്കാരും ഭരണക്കാരും കൂട്ടുനിൽക്കുന്നു. സമുദായ സംഘടനാ നേതാക്കൾ അത് തങ്ങൾക്ക് നേതൃസ്ഥാനത്ത് തുടരാനുള്ള അവസരമാക്കി മാറ്റുന്നു. ഇതിൻ്റെയൊക്കെ പരിണതി വലിയ വിപത്തായി വരുമെന്ന് ഈ താൽക്കാലിക ലാഭക്കാർ അറിയുന്നുമില്ല. എല്ലാവർക്കും പൊതു സ്വീകാര്യനായ ഒരാൾ ഇന്ന് രാഷ്ട്രീയത്തിലോ ആത്മീയ രംഗത്തോ സാമൂഹ്യ മേഖലയിലോ ഇല്ല. അതിനാൽ ഒരു കലാപമുണ്ടായാൽ നടുക്ക് നിന്ന് സമാധാനിപ്പിക്കാൻ ആരും ഉണ്ടാവില്ല. അതോർക്കാതെ എരിതീയിൽ എണ്ണയൊഴിക്കരുത്. സമീപകാലത്ത് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രമെന്ന ദേവസ്വം ബോർഡ് സ്ഥാപനത്തിൽ അബ്രാഹ്മണ ശാന്തിക്കാരനെതിരെ തന്ത്രി ഉന്നയിക്കുന്ന ജാതി പ്രശ്നം നിയമപരമായി പരിഹരിക്കേണ്ടതാണ്. എന്തെന്നാൽ അവിടെ ആ വ്യക്തിയുടെ വ്യക്തിഭാഗത്തിലാണ് ജാതി ഇരിക്കുന്നത്. അത് സമുദായത്തിൽ നിന്നല്ല, വ്യക്തിയിൽ നിന്ന് നീക്കണം. അതിൽ അയാൾക്ക് അനുകൂലമായി സമുദായത്തിന്റെ വികാരം ഉണരുന്ന വിധത്തിൽ പ്രകോപനം ഉണ്ടാക്കരുത്. അതിനാണ് സർക്കാരും ഭരണഘടനയും ജനകീയ അധികാരം പ്രയോഗിക്കേണ്ടത്. കൂടൽമാണിക്യം സർക്കാർ വക ക്ഷേത്രമാണ്. അത് ജാതി അയിത്തം പാടില്ല എന്ന ഭരണഘടനാ സംവിധാനത്തിന് കീഴിലിരിക്കുന്ന ഒരു തൊഴിൽശാല കൂടിയാണ്. നിയമം അനുശാസിക്കുന്ന പരിരക്ഷ ഉറപ്പാക്കി സമൂഹത്തിന് പൊതുവിൽ ദോഷമുണ്ടാകാതെയും മുതലെടുപ്പുകാർക്ക് അവസരം കൊടുക്കാതെയും പരിഹരിക്കാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനും സാധിക്കണം. ദേവസ്വം ബോർഡ് എന്നാൽ ഭരണത്തിലിരിക്കുന്നവർക്ക് പാർട്ടി നേതാക്കളെ പോസ്റ്റ് കൊടുത്ത് ഇരുത്താനുള്ള വെള്ളാന കസേരയല്ല. മതകേന്ദ്രീകൃതമായി ആരാധന നടത്തുന്ന വലിയ ജനവിഭാഗത്തിന്റെ വിശ്വാസ കേന്ദ്രമാണ്.
അത് മറക്കരുതെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. എഡിറ്റോറിയൽ ഇവിടെ പൂർണ്ണമാകുന്നു. ഗുരുസാഗരം മാസിക വായിക്കാം, വരിക്കാരാകാം. 600 രൂപ അടച്ചാൽ 1 വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കും. 60 രൂപയടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കുന്നതാണ്. വരിസംഖ്യ അടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ 8078188858. വിലാസം അയക്കേണ്ട വാട്സാപ്പ് നമ്പർ 6282319294. 7ാം പിറന്നാളിനോടനുബന്ധിച്ച് മാസിക ഡിജിറ്റലായിരിക്കുന്നു. www.gurusagaram.com എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഗുരുസാഗരം മാസിക വായിക്കാം, വരിക്കാരാകാം. ഇനി നല്ല കുടുംബം എന്ന പങ്ക്തിയാണ്. വളയമില്ലാതെ വളർത്തരുത്, വളരരുത്. ചെടിച്ചട്ടിയിൽ അതിഥിയായി ഒരു കുഞ്ഞു തൈ നടുമ്പോൾ നാം അതിനൊരു ചെറുതണൽ ഒരുക്കും. സൂര്യന്റെ തീക്ഷ്ണകിരണങ്ങൾ ഏൽക്കാതെയും കാറ്റിൽ ഒടിഞ്ഞു വീഴാതെയും ആ സുരക്ഷാകവചം അതിനെ സംരക്ഷിക്കും. നേരിട്ട് പ്രകൃതിയോട് ഇണങ്ങാനും മല്ലിടാനും കെൽപ്പ് വരും വരെ ഈ കരുതൽ കർഷകൻ കാണിക്കും. വീട്ടുവളപ്പുകളിലും പാതയോരങ്ങളിലും തണലും പഴവും നൽകി നിൽക്കുന്ന എല്ലാ വൃക്ഷരാജന്മാർക്കും കിട്ടിയിട്ടുണ്ടാകും ഇതുപോലെ ഒരു ബാല്യ സംരക്ഷണം. ഒരു താങ്ങില്ലാതെയും വൃക്ഷങ്ങളും ചെടികളും വളരുന്നത് കാണാം. ഒരിക്കൽ വീണാൽ അവിടെ നിന്ന് വീണ്ടും അവർ ഉയർത്തു പൊങ്ങും. പക്ഷേ എത്ര വളർന്നാലും ആ വീഴ്ചയിലെ വളവ് വൃക്ഷത്തിൽ നിന്ന് മാറുകയില്ല. അതെന്നേക്കും ഒരു വൈകല്യമായി അതിൽ നിലകൊള്ളും. ഇതുപോലെയാണ് മക്കളെ വളർത്തുന്നതിലും സംഭവിക്കുന്നത്. അവരങ്ങ് വളർന്നോളും എന്ന ഭാവം മാതാപിതാക്കൾ സ്വീകരിച്ചാൽ വീണു വളഞ്ഞ് വളരും. പിന്നെ തിരുത്താൻ സാധിക്കില്ല. ജീവിതത്തിൽ നേട്ടങ്ങളുമായി സ്വന്തം കാലിൽ വളർന്നു നിൽക്കുന്ന ഇപ്പോഴത്തെ തലമുറ മാതാപിതാക്കൾ അവരുടെ ബാല്യത്തിൽ ദാരിദ്ര്യവും ദുരിതവും അനുഭവിച്ചിട്ടുണ്ടാകും. വീട്ടിൽ കഠിന നിയന്ത്രണത്തിൽ വളർന്നവരുമാകും. അപൂർവം പേർ മാത്രം സ്വപ്രേരണയാൽ അവഗണനകൾക്കിടയിൽ സ്വയം വളർന്നു വന്നതും ആകാം. അവർ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗുണ്ട്: ഞാൻ അറിഞ്ഞ കഷ്ടപ്പാട് എൻ്റെ മക്കൾക്ക് ഉണ്ടാകരുത്. എനിക്ക് കിട്ടാത്ത സ്നേഹം ഞാൻ അവർക്ക് കൊടുക്കും. നല്ല കാര്യമാണ്. പക്ഷേ ഒന്നോർക്കുക, നിങ്ങൾ അറിഞ്ഞ കഷ്ടപ്പാടാണ് നിങ്ങളുടെ പിൻബലം. തീയിൽ കുരുത്തത് കൊണ്ടാണ് വെയിലിൽ വാടാതെ നിന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്നും അറിയിക്കാതെ മക്കളെ പൊതിഞ്ഞു വളർത്തും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങളുടെ കാലശേഷമോ നിങ്ങൾക്ക് ആരോഗ്യം നഷ്ടപ്പെടുന്ന കാലത്തോ അവർ കാര്യശേഷിയില്ലാത്തവരായി പോയിക്കൊള്ളട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നു എന്നാണ്. മക്കളെ സസ്യങ്ങളെ വളർത്തും പോലെ സംരക്ഷിക്കണം എന്നാദ്യം പറഞ്ഞത് ശ്രദ്ധിക്കുക. ചെടിയെ നമ്മൾ വെയിൽ കൊള്ളാൻ വിടും. പക്ഷേ കഠിനമായ വെയിൽ താങ്ങാനാവാത്തതിനാൽ ഒരു ചെറു കരുതൽ കൊടുക്കും. കാറ്റും മഴയും അതിനെ ഏറ്റേ പറ്റൂ. എന്നാൽ വീണ് വളഞ്ഞു പോകാതിരിക്കാൻ ഒരു ചെറു താങ്ങ് കൊടുക്കും. കുട്ടികൾക്കും അത്രയും മാത്രമേ സൗകര്യങ്ങൾ നൽകാവൂ. ബാക്കി അവർ സ്വയം ആർജിക്കാൻ ശീലിക്കണം. അതിന് അനുഭവസ്ഥരായ മാതാപിതാക്കൾ അവർക്ക് പരിശീലനം നൽകണം. പുരോഗമന ചിന്ത കൂടിപ്പോയ ചിലർ മക്കളെ ഈശ്വര വിശ്വാസികളായി വളർത്താൻ ശ്രമിക്കാറില്ല. 70കളിൽ തുടങ്ങിയ ഒരു ദുശീലമാണ് ഇത്. എന്തുകൊണ്ട് ഇന്നത്തെ പുതിയ തലമുറയിൽ മൂല്യബോധം കുറയുന്നു? മാതാപിതാക്കളെ വൃദ്ധമന്ദിരങ്ങളിലാക്കി നാട് വിടുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മേൽ പറഞ്ഞതാണ്. ഈശ്വര വിശ്വാസവും സ്മൃതി വിചാരങ്ങളും മണ്ടന്മാർ സൃഷ്ടിച്ചതല്ല. വളർച്ചയിൽ ഒരു വൃക്ഷത്തിന് കിട്ടുന്ന താങ്ങുപോലെ നമുക്ക് കുട്ടിക്കാലത്ത് ലഭിക്കുന്ന വളരാനുള്ള ഒരു വളയമാണ് അവയെല്ലാം. അവ നമ്മിൽ ധർമാധർമ്മ ചിന്തകൾ നിറയ്ക്കും. പാപവും പുണ്യവും തിരിച്ചറിയാൻ സഹായിക്കും. ഏതു മതത്തിലാണോ ഏത് ദൈവസങ്കല്പത്തിലാണോ മാതാപിതാക്കൾ വിശ്വസിക്കുന്നത് ആണ് ആ വീടിന്റെ വളയം. അതിൽ കൂടി ചാടി പഠിക്കണം മക്കൾ. വളരുമ്പോൾ അവർ വളയമില്ലാതെ ചാടണമെങ്കിൽ ചാടിക്കൊള്ളട്ടെ. എന്നാൽ തുടക്കത്തിലെ വളയമില്ലാതെ ചാടുന്ന ഒരു അഭ്യാസിയും രക്ഷപ്പെട്ട ചരിത്രമില്ല എന്നോർക്കുക. വിളക്ക് കൊളുത്താനും പ്രാർത്ഥിക്കാനും ശീലിപ്പിക്കുക. വിശ്വാസം, ശുചിത്വം, ഏകാഗ്രത എന്നിവ അതിലൂടെ കൈവരും. ഇതോടെ ഇന്നത്തെ
വായന പൂർണ്ണമാകുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. തുടർന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നമസ്തേ.